Today it's 18th of September 2025, Thursday. ഇന്നൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട്. US സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള ഫെഡറൽ റിസർവ് ഷോർട്ടാക്കിയിട്ട് എഴുതുന്നത്. ഓക്കെ, ഫെഡറൽ റിസർവ് അവർ പോളിസി റേറ്റ്സ് അനൗൺസ് ചെയ്തു. അവർ മുൻപത്തെ പോളിസി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കീ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്നലെ വരെ പ്രാബല്യത്തിലിരുന്ന അവരുടെ പോളിസി റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞത് 4.25% ടു 4.50% ആയിരുന്നു. US ഒരു ബാൻഡായിട്ടാണ് അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് അവർ പ്രഖ്യാപിക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ദ കൺവീനിയൻസ് ഓഫ് ദ മോണിറ്ററി പോളിസി. അത് ഒരു വളരെ റിജിഡ് അല്ല അവരുടെ മോണിറ്ററി പോളിസി. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് അതിൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടി അവരെപ്പോഴും അത് ബാൻഡായിട്ടാണ് പ്രഖ്യാപിക്കുക. അപ്പോൾ US ഇൻട്രസ്റ്റ് റേറ്റ് അവർ കുറയ്ക്കാനുണ്ടായ കുറച്ച് സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ US നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. US മറ്റു രാജ്യങ്ങളുമായിട്ട് ട്രേഡ് വാർസിന് മുന്നിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. ഇനി ഇതിന് മുന്നിട്ട് ഇറങ്ങിയില്ലെങ്കിൽ പോലും അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് സെപ്പറേറ്റ് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ US ജോബ് ഗെയിൻ, ആളുകൾ ജോലി നേടുന്നത് പൊതുവെ ആ ഒരു രംഗം അത് സ്ലോ ഡൗൺ ഫേസ് ചെയ്യാണ്. കാര്യമായിട്ടുള്ള ജോബ് ഗെയിനുകൾ നടക്കുന്നില്ല, കാര്യമായിട്ടുള്ള ജോബ്സ് ക്രിയേഷൻ നടക്കുന്നില്ല. ജോബ് എന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാത്തത്? കാര്യമായിട്ടുള്ള ബിസിനസ്സുകൾ സംഭവിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിക്കും. അപ്പോൾ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റും ജോബ് ഗെയിൻ സ്ലോ, അതിൻ്റെ അനുബന്ധമായിട്ട് അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ ഡിസ്പോസിബിൾ ഇൻകം കുറയും. ഡിസ്പോസിബിൾ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല സാധനങ്ങൾ മേടിക്കാൻ. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പൊതുവേ എക്കണോമി ഡിക്ലൈൻ ചെയ്യും. ഒരു കൈൻഡ് ഓഫ് റിസഷനിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിന് പുറമെ അവിടുത്തെ ഇൻഫ്ലേഷൻ അത് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. ഈ ട്രേഡ് വാർസ് കൂടെ ആയപ്പോൾ പല കാര്യങ്ങൾക്കും ഉയർന്ന വില നൽകേണ്ടി വരുന്നു ജനങ്ങൾക്ക്. പൊതുവെ ജനങ്ങളുടെ കയ്യിലെ ഡിസ്പോസിബിൾ ഇൻകം പിന്നെയും കുറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പരിസ്ഥിതിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കുറച്ച് കാലമായിട്ട് US ഫെഡറൽ റിസർവിൻ്റെ മേൽ നല്ല പ്രഷർ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്ത്? ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2025 ആദ്യമായിട്ടാണ് ഫെഡറൽ റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് താഴ്ത്തുന്നത്. ഇപ്പോൾ അവർ കട്ട് ചെയ്തിരിക്കുന്നത് എത്ര പോയിൻ്റ് വെച്ച് കഴിഞ്ഞാൽ 25 ബേസിസ് പോയിൻ്റാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത്. അതായത് 4% ടു 4.25% ആണ് പുതിയ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇതിന് കുറേ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, എസ്പെഷ്യലി ഫോർ എൻ എമർജിങ് മാർക്കറ്റ് ലൈക്ക് അസ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ എക്കണോമിയെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. റൈറ്റ് നൗ നമ്മുടെ അവസ്ഥ എന്താ? വി ഹാഡ് ഫെയർലി ഗുഡ് മൺസൂൺ. നല്ല മൺസൂണൊക്കെ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ അഗ്രികൾച്ചർ മോശമില്ല. ഫുഡ് ഇൻഫ്ലേഷൻ കൺട്രോളാണ്. അണ്ടർ കൺട്രോളാണ്, എക്സെപ്റ്റ് സം എഡിബിൾ ഓയിൽസ്. എഡിബിൾ ഓയിലിൽ നമുക്ക് നല്ല ഇൻഫ്ലേഷൻ സംഭവിച്ചിട്ടുണ്ട്. കോക്കനട്ട് ഓയിലിലും ചില റിഫൈൻഡ് ഓയിൽസിനും വില കൂടിയിട്ടുണ്ട്. സെർട്ടൻ വെജിറ്റബിൾസ് ഓഫ് ഫ്രൂട്ട്സ് ലൈക്ക് ടൊമാറ്റോ ഫ്രൂട്ടായിട്ടാണല്ലോ കൺസിഡർ ചെയ്യുന്നത്, ഐ ഗസ്സോ. അങ്ങനെയാണെങ്കിൽ ടൊമാറ്റോയ്ക്കും റീസെൻ്റ്ലി നല്ല പ്രൈസ് വർദ്ധിച്ചത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ എക്സെപ്റ്റ് ചില സംഗതികൾ ഒഴികെ ഫുഡ് ഇൻഫ്ലേഷൻ ഈസ് ലാർജ്ലി അണ്ടർ കൺട്രോൾ. പിന്നെ GST റിഫോം സംഭവിച്ചിട്ടുണ്ട്. GST റിഫോംസിൻ്റെ സംഭവിച്ചത് കാരണം ഒരു ടാക്സ് സ്ലാബ് റാഷണലൈസേഷന് GST വിധേയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളുടെ ജനങ്ങളുടെ കയ്യിലുള്ള ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിക്കാൻ അത് കാരണമാകുമെന്നാണ് കരുതുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റായി മാറാനുള്ള സാധ്യതയും ഏറെയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ്സും കൂടും. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അതായത് ഇന്ത്യൻ സ്റ്റോക്സ് ഓവർ വാല്യൂഡ് ആണെന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു.
എന്നാൽ സം എക്സ്പെർട്സ് ആർ ഓഫ് ദ വ്യൂ ദാറ്റ് വി ഹാവ് ഓൾറെഡി അണ്ടർഗോൺ സം ഹെൽത്തി കറക്ഷൻ. ഒരു ഇപ്പോൾ മാർക്കറ്റ് നിങ്ങൾ കുറച്ച് ഇപ്പം ഐ ഹോപ്പ് യു ക്യാൻ സീ ദ സ്ക്രീൻ. ഓക്കെ, കുറച്ച് കാലം മുന്നേ, കുറച്ച് സമയം മുന്നേ, കുറച്ച് മാസങ്ങൾ മുന്നേ മാർക്കറ്റ് സം കൈൻഡ് ഓഫ് കറക്ഷന് വിധേയമായിട്ടുണ്ടായിരുന്നു. ഫുൾ ചാർട്ട്. സോ സം കൈൻഡ് ഓഫ് കറക്ഷനും മാർക്കറ്റ് വിധേയമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, 25 സെപ്റ്റംബറിൽ നിന്ന് മാർക്കറ്റ് 1 ഒക്ടോബർ 2024 നിന്നും 2025 മാർച്ചിലേക്ക് എത്തുമ്പോൾ മാർക്കറ്റ് സിഗ്നിഫിക്കൻറ്റ് കറക്ഷന് വിധേയമായിട്ടുണ്ട്. ഫ്രം അറൗണ്ട് 26,287 മാർക്കറ്റ് 21,000ലേക്ക് വീണിട്ടുണ്ടായിരുന്നു, ഇത് നിഫ്റ്റി 50. അപ്പോൾ മാർക്കറ്റ് ഒരു ഹെൽത്തി കറക്ഷന് വിധേയമാവുകയും ഇപ്പോൾ സ്റ്റോക്സ് അതിൻ്റെ റൈറ്റ് പ്രൈസിലാണെന്നാണ് ചില എക്സ്പെർട്സിൻ്റെ വ്യൂ. ഇപ്പോൾ യു എസിലെ ഈ ഫെഡറൽ റേറ്റ് ചാർട്ട് മാറ്റം, ദ മോണിറ്റർ മാറ്റം മറന്നു. ഐ ഹോപ്പ് യു ക്യാൻ സീ ദ വൈറ്റ് ബോർഡ്. അപ്പോൾ ഈ പോയിന്റ്, ഇന്ത്യൻ സ്റ്റോക്സ് ഓവർ വാല്യൂഡ് ആണെന്നാണ് പൊതുവെയുള്ള ധാരണ ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു കറക്ഷൻ നടന്നിട്ടുണ്ട് മാർക്കറ്റിൽ. യെസ്, കറക്ഷൻ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഫെഡറൽ റിസർവിൻ്റെ കട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് അവിടുത്തെ യു എസിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. യു എസിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ട് തന്നെ പല എമൗണ്ടുകൾ തിരിച്ച് അവിടുന്ന് എക്സിറ്റ് ചെയ്യും. ദേ വിൽ ലുക്ക് ഫോർ ബ്രൈറ്റർ സ്പോട്സ് ലൈക്ക് എമർജിംഗ് മാർക്കറ്റ്സ്, എസ്പെഷ്യലി കൺട്രീസ് ലൈക്ക് ഇന്ത്യ. അപ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇതേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞ ജൂലൈ, ഈ വർഷം തന്നെ ജൂലൈ 2025 മുതൽ ഇവർ ഇന്ത്യയിൽ നിക്ഷേപം പിൻവലിക്കുകയായിരുന്നു. സ്റ്റോക്സിൽ നിന്നും ബോണ്ട്സിൽ നിന്നൊക്കെ ഇവർ പിന്മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഫണ്ട് ഇവർ തിരിച്ചു കൊണ്ടുപോയിട്ട് യു എസ് പോലുള്ള മാർക്കറ്റിൽ, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ലഭ്യമാകുന്ന മാർക്കറ്റുകൾ കൊണ്ട് നിക്ഷേപിക്കുകയായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ കട്ടായത് കൊണ്ട് തന്നെ ഇതിൽ പല ഫണ്ടുകളും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് തിരികെ എത്തുകയും ഈ ഫണ്ടുകളൊക്കെ ഇവിടുത്തെ സ്റ്റോക്സിലും ബോണ്ട്സിലും ഡിബഞ്ചേഴ്സിലും ഒക്കെ ആയിട്ട് നിക്ഷേപിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ഉണർവാകും. സ്റ്റോക്ക് മാർക്കറ്റിന് പൊതുവെ ഒരു ഉണർവുണ്ടാകും. ഇതിനെല്ലാം പുറമെ ഇന്ത്യയും യു എസും തമ്മിൽ ഒരു ട്രേഡ് ഡീൽ ടോക്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ള ടാരിഫ് വാറും ടാരിഫ് കൺഫ്യൂഷനും ഒക്കെ ഈ ചർച്ചയോടുകൂടി തീരുകയും ഇന്ത്യയും യു എസും ഒരു കൂടുതൽ ഹാർമോണിയസ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും കച്ചവടം, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കച്ചവടം അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുമെന്നും വിചാരിക്കുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ എവറിത്തിങ് ഈസ് വെൽ പ്ലേസ്ഡ്. കാര്യങ്ങൾ നടക്കുന്നതൊക്കെ നമുക്ക് അനുകൂലമായിട്ടാണ്. ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി തിങ്സ് ആർ ഷേപ്പിംഗ് അപ്പ്. സ്റ്റോക്ക് മാർക്കറ്റിൽ അതിൻ്റെ ഉണർവുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫെഡറൽ റേറ്റ് കട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചിലപ്പോൾ നാളെ വളരെ യൂഫോറിക് ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. എന്നിരുന്നാലും ഞാൻ കരുതുന്നത് മാർക്കറ്റിന് ഓൾറെഡി അറിയാം 25 ബേസിസ് പോയിൻ്റ് കട്ട് മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ റീസെൻറ്റ് മൂവ്മെൻറ്റ് ചിലപ്പോൾ ആ 25 ബേസിസ് മൂവ്മെൻറ്റിനെ ഓൾറെഡി ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ മൂവ്മെൻറ്റ് മാർക്കറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു ഗുഡ് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടത്, ആ ഗുഡ് ന്യൂസ് അനൗൺസ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ ചിലപ്പോൾ ആ ഒരു മൂവ് നടന്നിട്ടുണ്ടാവും. ഒരു പക്ഷേ നടന്നിട്ടുണ്ടായിരിക്കില്ല. എന്നിരുന്നാലും ഈവൻ ആഫ്റ്റർ ഓൾ ദീസ് ഗുഡ് ഫാക്ടേഴ്സ്, ഇഫ് മാർക്കറ്റ് ഫെയിൽ ടു ഷൂട്ട് അപ്പ്, then there would be something inherently bad. മാർക്കറ്റ് ഇനിയും ഇവിടുന്ന് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് മാർക്കറ്റ് കുഡ് ബി റാലിങ് വെൽ. അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ ദർ ഷുഡ് ബി സംതിങ് പ്രോബ്ലമാറ്റിക്. നമ്മൾക്കത് മറ്റൊരു ലെൻസിലൂടെ നോക്കി കാണേണ്ടി വരും. ഇത്രയാണ് ഉള്ളത്. ഓക്കെ, see you in the next session.